എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ അച്ഛനെ ശരിക്കും കൊന്നു അമ്മ. അച്ഛാ, അച്ഛാ, നിന്റെ അച്ഛനെ കൊല്ലുക മാത്രമല്ല, നാഗരാജാവിന്റെ ശരീരം തീകൊളുത്തി കത്തിക്കുകയും ചെയ്തു. അയ്യോ, എന്ന് വെച്ചാ അച്ഛൻ ഇനി ഒരിക്കലും ജീവനോട് തിരികെ വരില്ലെന്നാണോ അമ്മേ? ആരാണമ്മേ എന്റെ അച്ഛന്റെ കൊലപാതകൾ? ആരാമേ? ഏതോ പട്ടണത്തിൽ നിന്ന് വന്ന ദുഷ്ടന്മാരാ. അവരുടെ എല്ലാം മുഖം ഞാൻ എന്റെ മനസ്സിൽ പകർത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരെ എനിക്ക് കാട്ടിത്തരൂ അമ്മേ. അവരെ എല്ലാവരെയും ജീവനോടെ കൊല്ലും ഞാൻ. അവരെ വെറുതെ വിടരുത്. ഒരു ന്യായവുമില്ലാതെ അവർ നമ്മുടെ കുടുംബത്തെ തകർത്തത്. ഒരു കാരണവശാലും അവരിൽ ആരെയും നീ വെറുതെ വിടരുത്. എന്റെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങൾ നീ കാണൂ. നിന്റെ മനസ്സിൽ പകർത്തിക്കോ. അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരുടെയും ജീവൻ എടുക്കാൻ പോവുകയാണ്. വേണ്ട അനന്യ, എടുത്തു ചാടരുത്. നിനക്കിതുവരെ പൂർണ്ണ ശക്തിയായിട്ടില്ല. അവരുടെ മനസ്സിൽ ദുഷ്ടചിന്ത മാത്രമല്ല, മന്ത്രശക്തിയുമുണ്ട്. കൂടാതെ തീരെ നന്മയില്ലാത്തവരും കൂടിയാ. അവരുടെ കൈവശം ഇപ്പോ നാഗമാണിക്യമുണ്ട്. നാഗമാണിക്യത്തിന്റെ ശക്തി അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്യാനും തയ്യാറുള്ളവരാ. അമ്മേ, നമ്മൾ അവരുടെ ശക്തിയെ ഭയന്ന് നമുക്കുണ്ടായ അന്യായമെല്ലാം ക്ഷമിക്കണമെന്നാണോ? അതിന്റെ ആവശ്യമില്ല അനന്യ. അത് നമ്മുടെ വംശത്തിന്റെ ശീലവുമല്ല. നിന്റെ അച്ഛനെ കൊന്നവർ എന്നെ ഈ അവസ്ഥയിലാക്കി മരണത്തിന്റെ വക്കിലെത്തിച്ചു. അനന്യ, ഞാൻ നിന്നോട് പറഞ്ഞതല്ല നിറവേറ്റി തരുമെന്ന് എനിക്ക് വാക്ക് തരണം. അമ്മയുടെ സ്നേഹമാണ് സത്യം. അവരുടെ എല്ലാവരുടെയും ജീവൻ എടുക്കും ഞാൻ. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശരി, ഞാൻ മനുഷ്യരുടെ ലോകത്തിലേക്ക് പോവും. ആവശ്യമുള്ള ശക്തിയും സംഭരിക്കും. എന്നിട്ട് ആ നാഗമാണിക്യം തിരികെ കൊണ്ടുവരും. ശ്രദ്ധയോടെ ഇരിക്കണം. നീ ആപത്തിൽ ചെന്ന് പെടരുത്. എന്റെ മരണശേഷം എന്റെ ശരീരം നീ കത്തിക്കരുത്. ഭദ്രമായി വെക്കണം. നമ്മുടെ നാഗമാണിക്യം നിന്റെ കയ്യിൽ കിട്ടിയ ശേഷം അമാവാസിയുടെ അന്ന് അത് കൊണ്ടുവന്ന് എന്റെ ശരീരത്തിൽ വെക്ക്. ഞാൻ വീണ്ടും ജനിക്കും. ഞാൻ വീണ്ടും തിരിച്ചു വരും. എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ് അനന്യ. മഹാദേവ, എന്റെ മകളെ കാത്തോണ്ട് അവൾക്ക് ശക്തി കൊടുക്കണേ. അമ്മേ, 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 അമ്മേ.
ഓഹോ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇത്ര പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചോ? എന്തായാലും വേഗം തിരിച്ചോളൂ. രാത്രി നടന്നതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരു ആപത്തുമില്ലാതെ ജീവനോടിരിക്കുന്നത് പുണ്യമാണ്. അതെ, ഞങ്ങൾക്ക് നാഗറാണിയെ കൊല്ലേണ്ടി വന്നു. നാഗങ്ങളെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഞങ്ങൾ വേഗം പോയിക്കോളാം. വേഗം, ഇനിയും സമയം പാഴാക്കാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. അല്ലെങ്കിൽ രൂപം മാറാൻ കഴിവുള്ള പാമ്പാണത്. ഒരുപക്ഷെ അത് എന്റെ രൂപത്തിലും വരാം. നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? അത് ഞാനല്ല, ഇച്ഛാധാരി സർപ്പമാണെന്ന്. വെറുതെ പ്രശ്നത്തിൽ ചാടരുത്. വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. പെട്ടെന്ന് പോകൂ. രുദ്ര, ഈ അമ്മ പറഞ്ഞത് നീ കേട്ടോ? എന്താ ഇത്ര ആലോചിക്കാൻ? വേഗം വണ്ടി കയറ്. ചേട്ടാ, നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നേ? തക്ഷകവനം പൂർണ്ണമായിട്ട് കണ്ടു തീർത്തിട്ട് പോലുമില്ല. വന്ന ജോലി തീർക്കാതെ ഇവിടുന്ന് അങ്ങനെ പോകാനും കഴിയില്ല. ഞാൻ വരുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. നീ എന്താ വിചാരിച്ചേ? ഇനിയും ഇവിടെ നിന്നാൽ ജീവൻ ആപത്താ. നീയും ഞങ്ങളോടൊപ്പം വരുന്നു, അത്ര തന്നെ. ഇനി എന്നോട് തർക്കിച്ചിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ഇന്നലെ രാത്രി നാഗരാജാവ് മരിക്കുന്ന സമയത്ത് ആ നാഗമാണിക്യം ഇവിടെ എവിടെയെങ്കിലും തന്നെ ഇട്ടിട്ടുണ്ടാവും. എവിടെയായിരിക്കുമെന്നോ. അത്രയും മൂല്യമായ ഒന്ന് എന്റെ കൈകളിൽ തന്നെ വന്നു ചേരണം. അതെനിക്ക് നേടിയേ പറ്റൂ. തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കാം. രുദ്ര, ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ എങ്ങോട്ടേക്കായി പോകാൻ നോക്കുന്നത്? നീ ഈ സ്ഥലത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു. നിന്റെ മനസ്സ് വേദനിക്കേണ്ടെന്ന് കരുതി ഞങ്ങളും വന്നു. ഇവിടെ നടന്നതൊക്കെ നടന്നു. കൂടുതൽ ചിന്തിക്കാതെ ഞങ്ങൾക്കൊപ്പം വരണം. നമ്മളെ വിശ്വസിച്ച് 3 പേര് കൂടെയുണ്ട്. ആദ്യം നാട്ടിലേക്ക് പോകാം. ഞാൻ പറയുന്നത് കേൾക്ക്. വാ. രുദ്ര, എല്ലാവരും വണ്ടിയിൽ കയറി കഴിഞ്ഞു. വേഗം കയറാൻ നോക്ക്. നിങ്ങളുടെ അനിയൻ കാട്ടിലെന്തോ കളഞ്ഞു പോയത് അന്വേഷിക്കുക. രുദ്ര, വന്ന് വണ്ടി കയറ. വണ്ടി ഇവൻ ഓടിച്ചോളും. നീ പുറകെ കയറ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ? നിങ്ങളിപ്പോ പോകുന്നത് ശ്മശാനത്തിലേക്കാണ്, വീട്ടിലേക്കല്ല. നിങ്ങളിപ്പോ മണ്ണോട് ചേരും. തെറ്റാണ് ചെയ്യുന്നത്. നിർത്തൂ. ചെറിയമ്മേ, വിശാഖ ചെറിയമ്മേ, ഇത് നിങ്ങളുടെ ശബ്ദമാണോ? അവരുടെ കയ്യിൽ നാഗമാണിക്കുണ്ട്. അതുള്ളിടത്തോളം അവർക്കൊന്നും സംഭവിക്കില്ല.
ഭാഗ്യത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആദ്യം ബ്രേക്ക് ഫെയിലായി, പിന്നെ അത് താനെ ശരിയായി. അതിശയം തന്നെ. നല്ല സമയം. ആർക്കും അപകടമൊന്നും പറ്റിയില്ലല്ലോ. വേഗം റിവേഴ്സ് എടുക്കുക. എനിക്കിവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാകില്ല. നീ തന്നെ ഇങ്ങോട്ട് വരണം. വരാം ചെറിയമ്മേ, ഇപ്പൊ തന്നെ വരാം. ചെറിയമ്മേ, നിങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഞാൻ അത്രയും പേരെ ഒരുമിച്ച് കൊല്ലാൻ പോവുകയായിരുന്നു. എന്നെ തടഞ്ഞ് അവരെ രക്ഷിച്ചു. അവരാരും നല്ലവരല്ല, കൊലയാളികളാ. എന്റെ അച്ഛനെ തല്ലി അവശനാക്കി കൊന്നത് കൂടാതെ അച്ഛന്റെ ദേഹം കത്തിച്ച് ഒരിക്കലും എന്റെ അച്ഛനെ തിരികെ കിട്ടാത്ത രീതിയിലാക്കി. അതെ അനന്യ, അതൊക്കെ എനിക്കും അറിയാം. ചെറിയമ്മേ, അവരെന്റെ അമ്മയെ കൊന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ വംശത്തിന്റെ അഭിമാനമായ നാഗമാണിക്യവും അവരെടുത്തോണ്ട് പോയത് അറിയാമല്ലോ. എന്നിട്ടും നിങ്ങൾ അവരെ രക്ഷിച്ചു. ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അവരെ എല്ലാവരെയും വധിച്ച് നാഗമാണിക്യം തിരികെ കൊണ്ടുവരുമെന്ന്. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അനന്യ. എന്നാൽ എന്റെ അച്ഛനെയും അമ്മയെയും കൊന്നവരോട് പ്രതികാരം ചോദിക്കേണ്ടത് എന്റെ കടമയാണ്. നിങ്ങൾ എന്നെ തടയരുതായിരുന്നു. ചെറിയമ്മേ, എന്റെ അമ്മ എന്റെ തോളിൽ തല ചായ്ച്ചാണ് ജീവൻ വെടിഞ്ഞത്. എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ എന്നെ തടുക്കാതിരുന്നെങ്കിൽ ഈ നേരത്ത് അവരുടെ രക്തം കൊണ്ട് എന്റെ അച്ഛന്റെ ആത്മാവിന് ബലി അർപ്പിക്കുമായിരുന്നു. ഇല്ല അനന്യ, ആ ദുഷ്ടന്മാരെ കൊല്ലാൻ ഇപ്പോ നിനക്ക് സാധിക്കില്ല. ചെറിയമേ, നിങ്ങൾക്ക് എന്റെ ശക്തിയിൽ സംശയമുണ്ടോ? ഞാൻ അപ്പോഴേ അവരെ മരണത്തിലേക്ക് തള്ളിവിടുമായിരുന്നല്ലോ. അനന്യ, അവരെ കൊല്ലാനുള്ള ശക്തിയായാലും ആ ശത്രുക്കളെയെല്ലാം സംഹരിക്കുവാനുള്ള യുക്തിയായാലും നീ നേടിയിട്ടില്ല. മാത്രമല്ല, നാഗമാണിക്യത്തിന്റെ ശക്തി എന്തെന്നും നിനക്കറിയില്ല. അനന്യ, നീ പ്രയോഗിച്ച ശക്തിയെ ശത്രുക്കളിൽ നിന്നും നീ പിൻവലിക്കാതിരുന്നെങ്കിൽ ആ ശക്തി തന്നെ നിന്നെ തിരിച്ചടിക്കുമായിരുന്നു. അനന്യ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നാഗമാണിക്യം കയ്യിലുള്ളിടത്തോളം അവർക്ക് യാതൊരു ആപത്തും ഉണ്ടാകുകയില്ല. ചെറിയമ്മേ, അപ്പോ ഞാൻ എന്റെ ശത്രുക്കളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവരുടെ കയ്യിലുള്ള നാഗമാണിക്യം ഞാൻ എങ്ങനെ തിരികെ എടുക്കും? അവരോടുള്ള എന്റെ പക ഞാൻ എങ്ങനെയാണ് തീർക്കുക? എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചേ മതിയാകൂ. എനിക്ക് എന്റെ അമ്മയെ എങ്ങനെയും രക്ഷിക്കണം. നിങ്ങൾ എന്നെ ഇങ്ങനെ തടഞ്ഞാൽ ഞാൻ എങ്ങനെ ഇതെല്ലാം സാധിക്കും? നിന്റെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. കേട്ടോളൂ. ഒരു നാഗകന്യകയ്ക്ക് ലഭിക്കേണ്ട മുഴുവൻ ശക്തിയും നിനക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കും വരെ നീ കാത്തിരുന്നേ മതിയാകൂ. നാഗമാണിക്യം നീ തിരികെ കൊണ്ടുവരണം അനന്യ. അത് നമ്മുടെ വംശത്തിന്റെ അഭിമാനമാണ്. നമ്മുടെ ആ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവരെ നീ വെറുതെ വിടരുത്. വെറും പ്രതികാരം മാത്രമല്ല, അവരുടെ വംശത്തെ നശിപ്പിക്കണം. ഇനി നാഗമാണിക്യം അന്വേഷിച്ചു വരുന്ന മനുഷ്യജന്മങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കണം. ഡോക്ടർ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചില്ല. എനിക്ക് അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞു. കുഞ്ഞോ? കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാനായില്ല. എന്റെ ഈശ്വര, എന്താ ഇതൊക്കെ? സമാധാനമായിരിക്കും. അമ്മയും അപകടാവസ്ഥയിലായിരുന്നു, പക്ഷേ ദൈവം രക്ഷിച്ചു.
ഞങ്ങൾക്ക് അമ്മയെ രക്ഷിക്കാനേ കഴിഞ്ഞുള്ളൂ. സോറി. ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരുന്നല്ലോ അമ്മേ. പാവം വാണി കുഞ്ഞിനെ പറ്റി എന്തുമാത്രം സ്വപ്നം കണ്ടതാ. ഈ സങ്കടം അവൾ എങ്ങനെ സഹിക്കും അമ്മേ? ഇത് യാദൃശ്ചികമായി നടന്നതല്ല. ഇത് യാദൃശ്ചികമായി നടന്നതല്ല. നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇങ്ങനെ വരില്ലായിരുന്നു. നമ്മൾ ആരോടും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ അമ്മേ, ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അറിയാതെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചേ. നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് ഹേമ. അതുകൊണ്ടാ വാണിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടെ. രുദ്ര, നാഗമാണിക്യത്തെ കുറിച്ച് നീ എന്താ ധരിച്ചിരിക്കുന്നത്? നാഗമാണിക്യത്തിന് വേണ്ടി ജീവൻ തന്നെ ബലി കൊടുത്ത ഒരുപാട് പേരുണ്ട്. അതിനുവേണ്ടി വർഷങ്ങൾ തപമിരുന്നിട്ടുണ്ട്. പക്ഷെ നീ കയ്യിൽ കിട്ടിയത് കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. രുദ്ര, നിന്നെ എന്റെ തോഴനെന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. നീ കുറച്ചുകൂടി പരിശ്രമിക്കണമായിരുന്നു രുദ്ര. നിനക്കെന്റെ കഴിവുകളോ ശക്തികളോ എന്താണെന്ന് അറിയില്ല. പൊട്ടനെ പോലെ വന്ന് നിൽക്കുന്നു. സ്വാമി, ഭാഗ്യക്കേടിന് എനിക്കത് കിട്ടിയില്ല. നാഗമാണിക്യം എന്റെ കയ്യിൽ കിട്ടിയതാ. ഒരു നിമിഷം ആ നാഗരാജാവ് വൈകിയിരുന്നുവെങ്കിൽ ഞാൻ നാഗമാണിക്യം കൊണ്ടുവന്നേനെ. പക്ഷെ ആ നാഗരാജാവ് അതെനിക്ക് കിട്ടാ ദൂരത്തേക്ക് മാറ്റാൻ വേണ്ടി തന്റെ പ്രാണൻ പോലും ത്യജിച്ചു കളഞ്ഞു. സ്വാമി, ആ നാഗരാജാവ് തക്ഷകവനത്തിൽ എവിടെയോ തന്നെ നാഗമാണിക്യം ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ചിലപ്പോ എനിക്കത് കിട്ടിയില്ലായിരിക്കാം. എന്നാൽ ഇപ്പോ എനിക്ക് നാഗമാണിക്യത്തെ കുറിച്ചും സർപ്പങ്ങളെ കുറിച്ചും എല്ലാം അറിയാം. ഒരു നിമിഷം ആ നാഗമാണിക്യം എന്റെ കയ്യിൽ കിട്ടിയതായിരുന്നു. അതുകൂടാതെ നാഗമാണിക്യം ഇരിക്കുന്ന ഗുഹ എവിടെയാണെന്നും എനിക്കറിയാം. അതിന് നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് വീണ്ടും തക്ഷകവനത്തിലേക്ക് പോകണം. ആ നാഗരാജാവ് എന്നിൽ നിന്ന് ഭയന്നോടിയ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ എവിടെയാണ് നാഗമാണിക്യം ഒളിപ്പിച്ചിരിക്കുന്നത്. ഞാനത് അന്വേഷിക്കാം. എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. വേണ്ട രുദ്ര, വേണ്ട. വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലതാണ്. നാഗരാജാവിനെ കൊന്നവനാണ് നീ. നാഗമാണിക്യം മോഷ്ടിക്കാൻ പോയവൻ നീയാണെന്ന നാഗരാജാവിനൊപ്പമുള്ള എല്ലാവരും അറിഞ്ഞു കാണും. നീ അറിഞ്ഞുകൊണ്ട് ഇപ്പോഴങ്ങോട്ട് പോയാൽ നീ നിന്റെ മരണം സ്വയം വിളിച്ചു വരുത്തുന്നത് പോലെയാകും. സർപ്പങ്ങൾക്ക് ചെറിയ രീതിയിൽ വേദനിച്ചാൽ പോലും വർഷങ്ങൾ കാത്തിരുന്നും പക വീട്ടും. അങ്ങനെയുള്ളപ്പോഴാണ് നീ നാഗരാജാവിനെ കൊലപ്പെടുത്തിയത്. ആ സർപ്പങ്ങൾ നിന്നെ വെറുതെ വിടില്ല. സ്വാമി, അങ്ങ് തന്ന മന്ത്രദീക്ഷയുടെ ശക്തി കൊണ്ട് നാഗറാണി തന്നെ ഭയന്നോടി. അവരുടെ ശക്തിയൊന്നും അങ്ങയുടെ ശക്തിക്ക് മുന്നിൽ ഒന്നുമല്ല. അങ്ങ് കുറച്ചുകൂടി ശക്തിയുള്ള മന്ത്രം കൊണ്ട് എനിക്കൊരു രക്ഷയുണ്ടാക്കി തരൂ. അത് കഴുത്തിലണിഞ്ഞ് നാഗമാണിക്യം തേടി ഞാൻ അവിടേക്ക് പോകും. വേണ്ട രുദ്ര, വേണ്ട. അതിനുള്ള സമയമായിട്ടില്ല. സർപ്പങ്ങൾ 12 വർഷങ്ങൾ കഴിഞ്ഞാൽ തങ്ങളുടെ പക വീട്ടാൻ കഴിയാതെ അവർ തോൽവിയാൽ ജീവനൊടുക്കും. അതുകൊണ്ട് നീ 12 വർഷക്കാലം സർപ്പങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. അത് കഴിയുമ്പോൾ ആ സർപ്പങ്ങളെല്ലാം ജീവനൊടുക്കും. അതിനുശേഷം നാഗമാണിക്യം തേടുന്ന ജോലി തുടരാം. സ്വാമി, ഞാൻ 12 വർഷമല്ല,
ജീവിതകാലം മുഴുവൻ ആ നാഗമാണിക്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്.